കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഒരുപാട് ആൾക്കാരിൽ, ധാരാളം ആൾക്കാരിൽ ഗ്രൂപ്പായിട്ട് ഒത്തിരി ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന അതിനോടുള്ള ഒരു വാസന കൂടുന്നുണ്ട്. ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് എപ്പോഴും നമ്മൾ മറ്റുള്ള ഒരാളുടെ ഒരു നല്ലതിനേക്കാൾ മറ്റൊരാളുടെ ഒരു എല്ലാവർക്കും നമസ്കാരം. കെ ഫാമിലി ആർക്കും വലിയ താല്പര്യം കാണുള്ളൂ ഇപ്പോൾ ഈ കെ ഫാമിലിയെ കുറിച്ച് പറ്റിയുള്ള സംഭാഷണങ്ങളും ചർച്ചകളും കേൾക്കാനായിട്ട്. കാരണം അടുത്ത് ആൾക്കാർക്ക് മനസ്സിലായി ഇനി ഇത് എന്താണ് ഏത് അറ്റം വരെ പോകുന്നത് നമുക്കറിയാം. ആ ഒരു മൂഡിലായിട്ടുണ്ട് ആൾക്കാർ. കാരണം കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള കെ ഫാമിലിയിലെ തലതൊട്ടപ്പൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ സിന്ധു ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. സിന്ധു ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ആ കാര്യങ്ങൾ ഓരോന്നും 1 by 1 ആയിട്ട് കേൾക്കാം. കാരണം അത്രയും കഴമ്പുള്ള വാക്കുകളാണ്. അപ്പൊ കഴമ്പുള്ള വാക്കുകൾക്ക് കഴമ്പുള്ള മറുപടികൾ നമ്മൾ കൊടുക്കണം, അല്ലെ? നമ്മൾ ജനങ്ങൾ, പ്രേക്ഷകർ കൊടുക്കണം. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നം ഉണ്ടല്ലോ ചേച്ചി, നമുക്ക് വച്ച് താമസിപ്പിക്കണം. ഞാൻ ഒന്നാമത് തിരക്കിലാണ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങ് തീർക്കാം. കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഒരുപാട് ആൾക്കാരിൽ, ധാരാളം ആൾക്കാരിൽ ഗ്രൂപ്പായിട്ട് ഒത്തിരി ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന അതിനോടുള്ള ഒരു വാസന കൂടുന്നുണ്ട്. ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് കറക്റ്റ് നെഗറ്റിവിറ്റിയിലിട്ട് ആൾക്കാർ കൂടുന്നുണ്ട്. പറഞ്ഞു വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യുന്നു എന്നാണ് ഇവർ പറഞ്ഞ് പോകുന്നത്. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ ഒരാളുടെ നെഗറ്റീവിനെ എടുത്ത് തൂക്കി വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന തൂക്കി ചുവന്ന കരങ്ങളോടെ നമ്മളെയാണ് പറയുന്നത്. നെഗറ്റിവിറ്റി കാണാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. ഇപ്പോ നല്ലത് കണ്ടാൽ നല്ലതെന്നും മോശം കണ്ടാൽ മോശമെന്നും ഞാൻ പറയും. ഓക്കെ, എത്രയോ പേര് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു. അത് ആർക്കും കാണണ്ട, കേൾക്കണ്ട, അതാർക്കും വേണ്ടതാനും. എന്നാൽ ഒരാളുടെ നെഗറ്റിവിറ്റി, ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ നെഗറ്റിവിറ്റി ആയാൽ കൂടി അത് കാണാൻ ആൾ കൂടും. കാരണം അവിടെ എന്താ സംഭവിച്ചത്, ഇവരിൽ എന്താ തെറ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും എല്ലാം കൂടും. നാളെ എൻ്റെ ലൈഫിൽ ഒരു നെഗറ്റീവ് സാധനം വന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവൻ തീർന്നില്ലേ, അവൻ്റെ നെഗറ്റീവ് കേൾക്കാം എന്ന് പറഞ്ഞ് അവിടെയും വ്യൂവർഷിപ്പ് കൂടും. പകരം എൻ്റെ പോസിറ്റിവിറ്റിയും ഞാൻ സഫർ ചെയ്തിട്ടുള്ള എൻ്റെ ലൈഫിലെ നല്ല നല്ല അല്ലെങ്കിൽ സഫർ ചെയ്യാൻ ചെയ്ത മൊമെന്റ്സ് ഒക്കെ അതിനെപ്പറ്റി ഒരു മോട്ടിവേഷൻ സാധനം വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരു പട്ടിയും കാണൂല. പകരം ഞാൻ വല്ല വേഹ്നീഡിയൻ എന്ന അല്ലെങ്കിൽ വല്ല ലഹരിക്കടിമ എന്ന അങ്ങനത്തെ വല്ല ന്യൂസുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റെ അപരാധങ്ങളോ ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവാണ്, എൻ്റെ നെഗറ്റീവാണ്, അത് കാണാൻ ആൾ കൂടും. ഉറപ്പാ. കാരണം എൻ്റെയൊക്കെ നാശം കാണാൻ കാത്തിരിക്കുന്നവർ വെയിറ്റ് ചെയ്തിരിക്കുക, എന്തെങ്കിലും ഒരെണ്ണം കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 110% ഉറപ്പ് ആള് പോകും. അത് നെഗറ്റീവ് കാണാൻ വേണ്ടി ആൾക്കാരെ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ നെഗറ്റീവ് സാധനം വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരും. അവർ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ 100% ഒന്നും പറയില്ല, പക്ഷെ അറിയാൻ വേണ്ടി വരും. അങ്ങനെ അവിടെ വ്യൂഷിപ്പ് കൂടാം. അത്രേ ഉള്ളൂ കേട്ടോ സിന്ധു ചേച്ചി. അല്ലാതെ ചേച്ചിയുടെയൊക്കെ ഫാമിലിയുടെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരെ തപസിരിക്കണമെന്നില്ല. വരുന്ന സാധനങ്ങൾ എടുത്ത് എല്ലാവരും സംസാരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ മറ്റുള്ള ഒരാളുടെ ഒരു നല്ലതിനേക്കാൾ മറ്റൊരാളുടെ ഒരു മോശപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു നെഗറ്റീവ് സംഭവത്തിൽ ആരെങ്കിലും ചെറുതാക്കുന്നതില്, കുറ്റപ്പെടുത്തുന്നതില്, അതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തില് ധാരാളം ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന പോലത്തെ ഒരു ഫീൽ നമുക്കിപ്പോ തോന്നും. ഓക്കെ, ആ ഫീൽ തോന്നുന്നു എന്ന് പറയുന്നത് ചില ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സഫർ ചെയ്ത് ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓക്കെ കുറെ പേർക്ക് അവരോട് അസൂയ കാണും. അവരൊക്കെ എന്ത് ലൈഫാടാ ജീവിക്കുന്നത്, സെറ്റായില്ലേ, എന്റെയൊക്കെയാണ് ജീവിതം എന്ന് കുറെ പേർക്ക് അസൂയയും കുശുമ്പും ഒക്കെ തോന്നും. ആ അസൂയയും കുശുമ്പും തോന്നുമ്പോൾ അവർക്കിടയിലേക്ക് നിങ്ങളുടെ എന്തെങ്കിലും നെഗറ്റീവ് അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും നെഗറ്റീവ് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് അവർക്കതൊരു സന്തോഷം. അവൻ തീർന്ന്, അവൻ്റെ ഇത്രയെങ്കിലും ആയല്ലോ, ഈ ഒരു സാധനം തോന്നും. പിന്നെ നിങ്ങളുടെ ഫാമിലിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ എഴുന്നള്ളുന്ന ടീംസാ, പഴയ രാജകുടുംബവാ, ബാക്കിയുള്ളവരെല്ലാം അടിമകളാണ്. ഈ ഒരു മൂഡാണ്. അത് മാറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇടയ്ക്ക് ദിയ കൃഷ്ണ വന്നിട്ട് ഇതുപോലൊരു മെഴുകൾ നടത്തിയായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുള്ളത് കൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് സാധനങ്ങൾ വളരെ കുറയുന്നുണ്ട്. ഓക്കെ,
ഇപ്പോൾ ഒരാള് ഈ പറഞ്ഞതുപോലെ സബ്സ്ക്രിപ്ഷനോ മെമ്പർഷിപ്പോ ഒക്കെ തുടങ്ങാനും പേടിക്കുന്നുണ്ട്. കാരണം റിയാക്ഷൻ ചെയ്യുന്നവന്മാർ എടുത്തിട്ട് അപരാധിക്കും അല്ലെങ്കിൽ അലിച്ചീറി ഒട്ടിക്കും എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കുറെയൊക്കെ കുറയുന്നുണ്ട് എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, കുറെയൊക്കെ കുറയുന്നുണ്ട്. പേടി, ഒരു ഭയമുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ ഒക്കെ കുറച്ച് സൂക്ഷിച്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പേളിമാണി എക്സാമ്പിൾ എടുക്കാം. പേളിമാണി എന്ത് വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്ന ചാനലെന്നറിയാമോ? എന്ത് വ്യൂവർഷിപ്പ്! അന്നൊരു പോസ്റ്റ്, ആ ഒരു സമരവുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇടുകയും അതിനെ തുടർന്ന് സകലമാന ആൾക്കാരും എടുത്തിട്ട് അലക്കി. ആ പോസ്റ്റിൽ കമന്റ്സ് വന്നതിന് പുറമെ ഇത് റിയാക്ഷൻ ആൾക്കാർ ചെയ്തു, വീഡിയോസ് ചെയ്തു. അപ്പൊ കൂടുതൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തി. അവസാനം പേളിമാണിയുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഇറങ്ങിപ്പോയി, വ്യൂവർഷിപ്പ് ഡൗൺ ആയി, ഇപ്പൊ വ്യൂവർഷിപ്പ് കുറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. അതിലൊരു പങ്ക് സത്യം പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അതുപോലെയാണ് പലരുടെയും ലൈഫിൽ. അപ്പൊ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫ് നമ്മൾ കുളം തോണ്ടുകയാണെന്ന്, അല്ലേ? അങ്ങനെ തോന്നത്തുള്ളൂ. പക്ഷെ അതല്ല സത്യം. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഞാനായാലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഞാൻ കയറിപ്പോവും. അപ്പൊ എനിക്കെതിരെ പല വീഡിയോസ് വരും, പലരും വീഡിയോസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഞാൻ ഏറിപ്പോവും. ഞാൻ ഒരു നാറിയാണെന്ന് നാട്ടുകാർ തിരിച്ചറിയും. എന്റെ വ്യൂവർഷിപ്പും സബ്സ്ക്രൈബേഴ്സും കുറയും. അതുപോലെയാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോന്നിന്റെ തനിക്കുണങ്ങൾ നാട്ടുകാർ അറിഞ്ഞപ്പോൾ നിങ്ങൾ ഏറിപ്പോയി. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ വീണ്ടും ചെയ്തപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? നിങ്ങളുടെ വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, സ്നേഹിക്കുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ ചിലപ്പോൾ കുറഞ്ഞത് വരും, സ്വാഭാവികം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ചും കണ്ടും കൈകാര്യങ്ങൾ ചെയ്യണം. പിന്നെ നമ്മളെ പോലത്തെമാരെ സംബന്ധിച്ച് നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ ഒരിക്കലും കൊണ്ട് പബ്ലിക്കിൽ ഇടുന്നില്ല. അത്രയോളം കാലം നമുക്ക് അതൊരു സാധനം വരുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിനെ എടുത്തു വെച്ചാണ് സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിന്റെ അകത്ത് പോയിട്ട് ക്യാമറ വെച്ച് ചോണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഇടുന്ന സാധനങ്ങളൊന്നുമില്ല. നിങ്ങൾ പബ്ലിക്കലി എന്താണ് ഇടുന്നത് അതിൽ നമ്മുടെ അഭിപ്രായം പറയും. പിന്നെ അതിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഇതിൽ നിന്നൊക്കെ സർക്കിളിൽ നിന്നൊക്കെ തന്നെ പലരും വിളിച്ച് അതിന്റെ എവിഡൻസ് തരുമ്പോൾ അതെടുത്ത് വെച്ച് ചെയ്യും. ഓക്കെ, അല്ലാതെ നിങ്ങളുടെ ആരുടെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ട് ക്യാമറയും കൊണ്ടുവന്നിട്ട് നമ്മൾ കൊണ്ടടിക്കാറില്ല. അതിന്റെ ആവശ്യവും നമുക്കില്ല. ഞാൻ ഇന്നേ വരെ അത് ചെയ്തിട്ടുമില്ല. പിന്നെ പബ്ലിക്കിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യും, നമ്മൾ കാണുമ്പോൾ നമ്മളെ അഭിപ്രായങ്ങൾ പറയും. ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ആ ഒരു മൂഡായിരിക്കും. നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും പിടിക്കൂല. പിന്നെ കേസായി കോലണ്ടിയായി നമ്മളെ കയറി കയറ്റി, നമ്മളെ വലിയ കള്ളന്മാർ, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം വിറ്റ് ജീവിക്കുന്നവർ, ആ ഒരു മൂഡിലോട്ട് നമ്മളെ ആക്കും. ഓക്കെ, നിങ്ങളെയൊക്കെ പറ്റി നല്ല ജീവിതകാലം മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന്മാർ നല്ല വീഡിയോ അല്ലേ ചെയ്യുന്നത് എന്നേ നിങ്ങളും പറയും, അല്ലേ? നിങ്ങളെ പറ്റി എന്നും വന്നിരുത് ഞാൻ സൂപ്പർ ഫാമിലി, കിടിലൻ ഫാമിലി, ഇതുപോലത്തെ ഒരു ഫാമിലി ഞാൻ കണ്ടിട്ടില്ല, കെ ഫാമിലി എന്ന സുമാറാടായിരിക്കണം എന്നൊക്കെ പറഞ്ഞും കൊണ്ട് പൊക്കി അടിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ തന്നെ പറയും എന്ത് നല്ല പയ്യൻ. പകരം ഞാൻ വന്നിട്ട് നിങ്ങളെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് എന്താ അപരാധി എന്നേ പറയത്തുള്ളൂ. മറ്റുള്ളവന്റെ കുടുംബം വിറ്റ് ജീവിക്കുന്നു, നമ്മുടെ കുടുംബം വിറ്റാണോ അവൻ ജീവിക്കുന്നത്, ഈ ഒരു ട്രാക്ക് പിടിക്കും. തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് നിങ്ങളാണ് ചെയ്തതെങ്കിലും നമ്മളാണ് എന്തോ അപരാധം കാണിച്ചതുപോലെയാണ് ചില സമയത്തൊക്കെ നിങ്ങളുടെയൊക്കെ പെരുമാറ്റം. ചില നാട്ടുകാരും പറയാറുണ്ട് മറ്റുള്ളവരുടെ ജീവിതം വിറ്റ് ജീവിക്കാൻ താല്പര്യമില്ലെന്ന്. നിനക്ക് എന്ത് ഉളുപ്പില്ലെന്ന്. നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൻ്റെ അകത്ത് കയറി കക്കൂസി കയറി ക്യാമറ വയ്ക്കുന്നില്ല. മറ്റേ ദിലീപിന്റെ കേസിൽ മൊട്ടച്ചേട്ടൻ ഡ്രോൺ പറത്തിയതുപോലെ. ഓക്കെ, പബ്ലിക്കിൽ വരുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു, അത്ര തന്നെ. അതിൽ എനിക്കൊരു റിഗ്രറ്റ് അല്ലെങ്കിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. പബ്ലിക്കിൽ ഒരു കാര്യം വരുമ്പോൾ ടോപ്പിക് വരുമ്പോൾ സംസാരിക്കും. പിന്നെ വെറും തന്തയില്ലാത്ത ടോപ്പിക്കുകൾ വരുമ്പോൾ അതിന് ആ രീതിയിൽ വലിച്ചു കയറാറുണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി പറയേച്ചി. സോഷ്യൽ മീഡിയയിൽ വരുന്ന ലോട്ട് ഓഫ് കമന്റ്സ് അല്ലെങ്കിൽ ഈ നമ്മുടെയൊക്കെ വീഡിയോസ് ചില ഞാൻ ആലോചിക്കും എന്റെയൊക്കെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്റെ ക്യാമറ എടുക്കുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, നമ്മുടെ വീട്ടിലെ പലതും കാണിക്കുന്നു, നമ്മുടെ വീട്ടിലെ ആൾക്കാരെ കാണിക്കുന്നു, നമ്മുടെ വീട്ടിലെ ചെടികൾ കാണിക്കുന്നു, മരം കാണിക്കുന്നു, നമ്മുടെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ കാണിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നു, അങ്ങനത്തെ എന്തെങ്കിലും കാണിക്കുന്നു. കാഷ്വലി കുറച്ച് ലൈറ്റ് മൊമെന്റ്സ്, ഹാപ്പി മൊമെന്റ്സ്, ബർത്ത്ഡേസ്, അതുപോലെ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോരോ ചെറിയ ഫങ്ഷൻസ് അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും നമുക്കറിയാവുന്ന ഞാൻ എന്റെ ഓവർ ദ പാസ്റ്റ് 5-6 years എന്റെ വീഡിയോസിലൂടെ എനിക്കറിയാവുന്ന ചെറിയ ടിപ്സും കാര്യങ്ങളും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഞാനിങ്ങനെ എന്റെ പല വീഡിയോസിലൂടെയും എനിക്കറിയാവുന്ന ചെറിയ നോളേജ് ഞാൻ എന്റെ വീഡിയോസിലൂടെ പകരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ വീഡിയോസ് കണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ, എനിക്കറിയാവുന്ന അല്ല നിങ്ങളുടെ വീഡിയോ കൊണ്ട് നമുക്ക് എന്തു ഉപകാരം? റംബൂട്ടാൻ കണ്ടതും അതും ഇതുവാ. റംബൂട്ടാൻ വാങ്ങിച്ച് നടാനുള്ള ഉപകാരമാണ്, അതവിടെ ഇരിക്കട്ടെ.
അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് വച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളും അതും ഇതൊക്കെ മാത്രം ചെയ്തു പോകുന്ന ആൾക്കാരാണെന്ന്. പകരം അങ്ങോട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരും കൂടെ ഏറിപ്പോയ സമയത്ത് അമ്മച്ചിയുടെ കേസിൽ അമ്മച്ചിക്കെതിരെ നിങ്ങൾ തന്നെ പബ്ലിക്കില് വേറെ പലർക്കും ഓരോ അപ്പൂപ്പന തല്ലുന്നു എന്ന് പറയുന്ന വീഡിയോസ് അതും ഇതൊക്കെ അയച്ചു കൊടുത്ത് പലതും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തിനാ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കയ്യിൽ അത് എത്തി അത് പബ്ലിക്കിലേക്ക് വന്ന് അമ്മൂമ്മ നാണം കെടാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ അല്ലേ? ആണ് അതാണ് അതിന്റെ സത്യം. അപ്പൊ നിങ്ങളൊരു മയത്തിൽ തള്ളുന്നത് കുറച്ച് നല്ലതായിരിക്കും സിന്ധു ആന്റി. ഉള്ള കാര്യം പറയാം, സ്നേഹം കൊണ്ട് പറയുക, സ്നേഹം മാത്രം. സ്നേഹം പറന്ന് പറക്കട്ടെ. ചില കാര്യങ്ങൾ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. അങ്ങനെ എന്റെ കുറെ മെമ്മറീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഷെയർ ചെയ്തിട്ടുണ്ട്. പലതും അതുപോലെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ എന്റെ വീഡിയോസിന് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കാണുന്നത് എന്റെ ലൈഫിന്റെ ഒരു ഡോക്യുമെന്റേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഡോക്യുമെന്ററി ഇഷ്യൂ നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് യൂട്യൂബിനെ കണ്ടിട്ടുള്ളത്. മോണിറ്റൈസേഷൻ ഓൺ ആണല്ലോ, ഓഫല്ലല്ലോ. ചോദിച്ചത് അറിയാത്തതുകൊണ്ട്. ഇനി എനിക്ക് ഡോക്യുമെന്റേഷൻ ആണ്, എനിക്ക് കാശൊന്നും വേണ്ട, ഞാൻ ഓൾറെഡി റിച്ച് ആണെന്നൊന്നും അല്ലല്ലോ. കാശ് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം, ഞാൻ ഉൾപ്പെടെ. അത് വേറൊരു സത്യം, പ്രപഞ്ച സത്യമാണ്, അതിന് ആർക്കും മാറ്റാൻ പറ്റൂല. അതിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് എന്തോ കുറ്റക്കാരാണ് എന്നുള്ള സാധനമൊക്കെ തന്നെയാണ്. അതിലോട്ട് നമുക്കിങ്ങനെ പോകെ പുറിയും. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് പബ്ലിക്കിൽ ഇടുന്നു, അതെടുത്ത് നമ്മൾ സംസാരിക്കുന്നു. അതിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാണ്ട് നല്ലതുണ്ടല്ലേ നിങ്ങൾ അത് നല്ലത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്നും ആവശ്യമില്ല. തൻവിയുടെയൊക്കെ ആ ഒരു അമ്മൂമ്മയുടെ കേസൊക്കെ വന്നപ്പോൾ ആ അമ്മൂമ്മയെ നിങ്ങളെ മോളെ കൊണ്ട് നിങ്ങൾ തന്നെ ഇരുത്തി വീഡിയോ എടുപ്പിക്കുന്നു. ഇത് ഇമാതിരി തൊട്ടി പരിപാടിയാണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. പിന്നെ നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ഇപ്പം നല്ലതൊന്നും കാണുന്നില്ല. സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ മറ്റേ മോഷണത്തിന്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഒരു തരി പോലെ നിങ്ങളെന്ന് ഒരു മനുഷ്യനും കുറ്റം പറയത്തില്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് 100% ന്യായമായിരുന്നു. അപ്പൊ ഇനി ഒരു മോഷണ കഥയും കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും പച്ച പിടിക്കും. എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നു. എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് അതിൽ മിക്കത് ഞാൻ പബ്ലിക് ആക്കുന്നു. സോ ദാറ്റ് പബ്ലിക് ക്യാൻ വാച്ച് ഇറ്റ്. നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാം, എൻജോയ് ചെയ്യാം, ഹെൽത്തി ആയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അതൊരു സൈഡ് നടക്കുന്നുണ്ട്. അതെ, ഹെൽത്തി ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോയതല്ല, അല്ലാതെ നല്ല ആരോഗ്യപരമായിട്ടുള്ള അവരെ ഒന്നും കുറ്റം പറയാതെ സിന്ധു ചേച്ചി പൊളി, സിന്ധു ചേച്ചി രക്ഷയില്ല, സിന്ധു ചേച്ചി മാസ്, ഇമാതിരി കമന്റ് മാത്രം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് പോടെ എന്നാണ് അവർ പറയുന്നത് ഇൻഡയറക്റ്റ്ലി. അല്ലാതെ നമ്മളിത് നെഗറ്റീവ് പറയാതെ. എൻ്റെ പൊന്നു ചേച്ചി, നമുക്കെന്തോ നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമുക്കൊന്നുമില്ല. പിന്നെ കണ്ടന്റ് നമ്മൾ ചെയ്യും. പബ്ലിക്കിൽ നിങ്ങളൊരു സംഭവം ഇടുമ്പോൾ മണ്ടത്തരം വിളിച്ചു പറയുക അല്ലെങ്കിൽ പൊട്ടത്തരം കാണിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ വിളിച്ചു പറയും. നമ്മളെ ഓഡിയൻസ് ആണ് അല്ലേ, നിങ്ങളുടെ ഓഡിയൻസ് ആണ്, നിങ്ങളുടെ ഫാൻ ബോയ് ആണ്. ചുമ്മാ അപ്പൊ ഞാനിങ്ങനെ പറയാന്ന് വെച്ചാൽ ഒരുപാട് എന്റെ വീഡിയോസിന്റെ ഒക്കെ താഴെ ആൾക്കാർ എന്താണ് പൈസക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരിതും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലോകത്തെ പൈസയെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? പക്ഷെ നമ്മളെല്ലാം അതുവല്ല സന്യാസിമാരോ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. അവർ ചിലപ്പം പൈസ ഒന്നും വേണ്ടെന്നൊന്നും ജീവിക്കും. ഞാൻ കാശ് കിട്ടാൻ വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. അല്ലാതെ എൻ്റെ സമയം കളഞ്ഞ് എൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റിയും കളഞ്ഞ് ലൈറ്റും എടുത്ത് വെച്ച് എൻ്റെ ഫോണും എടുത്ത് വെച്ച് നാട്ടുകാരെ മൊത്തം തള്ളക്കുകളിയും വാങ്ങിച്ച് എനിക്കും എൻ്റെ തലക്കൂടി ലോറി ഓടുന്നൊന്നുമില്ല. ഞാൻ കാശിന് വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. പിന്നെ എത്തിക്സ് കാണിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആരും ജീവിതത്തില് എല്ലാരും, ഞാനും എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും, നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാണ്? ജീവിക്കുകയാണ്. വെറുതെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ പോലെ ബാർട്ടർ സിസ്റ്റം മാത്രമുള്ള കാലമൊന്നുമല്ല ഇപ്പൊ കാര്യങ്ങൾ. അയ്യോ, പണ്ടത്തെ കാലത്തിലോട്ട് പോലെ എനിക്ക് പെട്ടെന്ന് കഞ്ഞി കുത്തി കഞ്ഞി കുടിച്ച കഥയിലോട്ടൊക്കെ ഞാൻ പോകും. ഓർമ്മകൾ കനം മൂടും പോലെ കാറ്റിലെ നമ്പരം പാറിപ്പോയേ. നടക്കണമെങ്കിൽ കാശ് തന്നെ വേണം. ലൈറ്റ് കത്തി കിടക്കുന്നു, കറണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല്, വീട്, ലോൺ അടയ്ക്കണം, എല്ലാം ചെയ്യണം ആൾക്കാർക്ക്. ലോൺ അടയ്ക്കണം? ഇതൊരു ലോൺ അടച്ച് തീർന്നില്ലേ? എത്ര കാലം കൊണ്ട് നിങ്ങൾ ലോൺ അടയ്ക്കുന്നു? അത് പോട്ട് ലോണില്ല എന്തിലോട്ട് ലോണ്. എന്നാലും ലോൺ ഇതുവരെ തീർന്നില്ലേ? ഇത്രയും കടക്കണിയിലായിരുന്നില്ലേ? പോട്ട് മോള് BMW ഒക്കെ എടുത്തില്ലേ? മോളെടുത്ത് പറ, മൂത്ത മോളുടെ അടുത്ത് കുറച്ച് കാശ് ലോൺ അടച്ച് ക്ലിയർ ചെയ്യാൻ. പൈസ തന്നെ വേണം.
പക്ഷെ എല്ലാരും കുട്ടികളെ സ്കൂളിൽ വിടുന്ന അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാനും നല്ല ബുദ്ധി ഉണ്ടാവാനും നല്ല മനുഷ്യരാവാനും നല്ല സിറ്റിസൺസ് ആവാനും അതിന്റെ ഒപ്പം പഠിച്ച് നല്ലൊരു ജോലി കിട്ടാനും. ജോലി എന്തിനാണ്? അത്യാവശ്യം നല്ല സാലറി ഉണ്ടാക്കാൻ. സാലറി എന്താണ്? അവരുടെ ലൈഫ് സേഫ് ആകാൻ. സോ പൈസ എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ മനുഷ്യന്റെയും ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് നമ്മൾ ആരെയും ദ്രോഹിക്കാതെ മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ പൈസ ആരായാലും ഏർണിംഗ് ലൈക്ക് ഹൗ ഡസ് ഇറ്റ് മാറ്റർ ടു അതേഴ്സ് ആയിരുന്നു. അപ്പൊ എന്റെ വീഡിയോസിന്റെ താഴെ ആൾക്കാർ ചോദിക്കും, ഓ പൈസക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഈ വീഡിയോ ഇടുന്നത്? ആണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പമില്ല, ആണ് അതാണെന്ന് അങ്ങോട്ട് തുറന്നു പറഞ്ഞ എന്നെ പോലെ വേണ്ട. ഞാൻ പറയില്ല, ഞാൻ കാശിന് വേണ്ടിയാ വീഡിയോ ഇടുന്നത്. അതുപോലെ ഓപ്പൺ ആയിട്ട് കാശിന് വേണ്ടിയാ വീഡിയോ ഇടുന്നത്. എന്താ ചെയ്യാനുള്ള എനിക്ക്? ഞാൻ കാശിന് വേണ്ടി എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എടുത്ത് വിൽക്കുന്നു, വല്ലതും ചെയ്യാണ്ട. അതങ്ങനെ പറയാമല്ലോ. ഞാൻ എൻ്റെ ഡോക്യുമെൻ്ററിയാണ്, ഞാൻ എൻ്റെ ഡയറിയാണ്, ഒന്നുമില്ല, വെറും തള്ള. ഞാൻ എന്തോന്ന് ഇവിടെ ഡോക്യുമെൻ്ററി ഡയറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കാശിന് വേണ്ടിയ വീഡിയോ ഇടുന്നു. അന്തത്തായിട്ട് ഞാൻ പറയും. 100% എവിടെ ആര് ചോദിച്ചാലും ഞാൻ പറയും. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവമുണ്ടോ? ഇല്ല. ഞാൻ എന്റെ ചാനല്, എന്റെ ഫോണ്, എന്റെ മുഖം, എന്റെ വാ, ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നു. അത് ഇഷ്ടമുള്ള ആൾക്കാർ കാണുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. വീണ്ടും ഞാൻ വീഡിയോസ് ചെയ്യുന്നു. എന്റെ ലൈഫ് ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നു. എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്നു. സിന്ധു ആന്റി ഇങ്ങനെ പറയല്ലേ, മോശമാണ്. എന്തും ഡോക്യുമെന്റ് ചെയ്യുന്നു, അതൊക്കെ അങ്ങനെ ഒന്നും പേസക്കൂടാതെ. നമ്മൾ കാശിന് വേണ്ടി വീഡിയോ കേട്ട അങ്ങനെ പറ, അന്തസ്സുണ്ട്. അല്ലാണ്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കെന്ത്, നമ്മളെ കഷ്ടപ്പെട്ട് എടുത്തിടുന്നെങ്കിൽ ഡോക്യുമെന്റ് ചെയ്ത് നിങ്ങളൊരു പെൻഡ്രൈവിലോ ഹാർഡ് ഡിസ്കിലോ കയറ്റി വയ്ക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ട് പ്രൈവറ്റ് ആയിട്ട് ഇട്ടോ, ആരും കാണണ്ട. കാശ് അത് വേണമെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് നാട്ടുകാരെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അതിൽ വേറെ ഓരോ മാറ്റമില്ല. എന്തൊക്കെ എവിടെയൊക്കെ വന്ന് ന്യായീകരിച്ചാലും അതിലേട്ട് അതിൽ ഞാൻ ഇടുന്നു, പബ്ലിക് ആക്കുന്നു, കാണേണ്ടവർ കാണുന്നു. അത് നന്നായിട്ട് അതിൽ നിന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ ഉള്ളത് പൈസയും കിട്ടും. പക്ഷെ ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് ഈ എഴുതുന്ന എനിക്ക് ഈ ആൾക്കാരെയൊക്കെ ഒന്ന് പേഴ്സണലി കണ്ടാൽ കൊള്ളാമെന്നുണ്ടോ? ഇങ്ങനെ എഴുതുന്ന ആൾക്കാർ അവരാരെങ്കിലും ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതിനോട് മാത്രം ആൾക്കാർക്ക് എന്താ ഇങ്ങനെ ഒരു വികാരം? യൂട്യൂബിൽ വീഡിയോ ഇട്ട് പൈസ. ഈ നമ്മളെ ഓരോ വീഡിയോയുടെ താഴെയും കമന്റ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും അവർക്ക് അറിഞ്ഞോ അറിയാതെയോ അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ യൂട്യൂബ് ചാനൽ. അപ്പൊ ഈ എല്ലാവർക്കും വേണമെങ്കിൽ അവരുടെ ഫോണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഐഫോൺ, സോറി, ഒരു എന്ത് ഫോണാണ് ഇത് പറയുന്നത്, സ്മാർട്ട് ഫോണാണ്. ഒരു തരക്കേടില്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് വീഡിയോസ് എടുക്കാം. എന്ത് വേണോ എടുക്കാം. നിങ്ങളെ കുറിച്ച് എടുക്കാം, നിങ്ങളുടെ വീടിനെ കുറിച്ച് എടുക്കാം, നിങ്ങളുടെ ചെടികളെ കുറിച്ച് എടുക്കാം, നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തെ കുറിച്ച് എടുക്കാം, നിങ്ങളുടെ വീട്ടിലെ മറ്റാൾക്കാരെ കുറിച്ച് എടുക്കാം. നിങ്ങൾ രാവിലെ എവിടെ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കടയിൽ പോകുന്നു, സാധനം മേടിക്കുന്നു, നിങ്ങൾ കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്നു, നമ്മൾ പോകുന്നു, വരുന്നു, നിൽക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, എണീക്കുന്നു, നിൽക്കുന്നു, ഉറങ്ങുന്നു, കിടക്കുന്നു, ഇരിക്കുന്നു, ഉറങ്ങുന്നു, എണീക്കുന്നു, നിൽക്കുന്നു, കിടക്കുന്നു, ഇരിക്കുന്നു. വയ്യടേ, വയ്യത്തോണ്ട. അപ്പോൾ എന്ത് ചെയ്താലും വീഡിയോ ചെയ്യൂ എന്നാണ് സിന്ധു ആൻറ്റി നമുക്ക് മോട്ടിവേഷൻ തരുന്നത്. സിന്ധു ആൻറ്റിക്ക് വിഷമമുണ്ട്, എനിക്ക് മനസ്സിലായി. ഫാമിലിയിലെ എല്ലാവരും വേറില്ല, ആരുമില്ല, ആരും താഴെയില്ല. ആ ഒരു വിഷമം എനിക്കുണ്ട്. പിന്നെ ഇഷാനി മാത്രം ഇതിലൊന്നും പെടാതെ എവിടെയോ ഒറ്റപ്പെട്ട് നടക്കുകയാണ്, ഏകാന്തതയിലൂടെ സഞ്ചരിക്കുകയാണ്. പിന്നെ ഹൻസിക കൊച്ചു, ഞാൻ ഇപ്പോഴും പറയാം, എനിക്കാകെ നിങ്ങളുടെ ഫാമിലി ഇഷ്ടമുള്ളത് ഹൻസികയാണ്. ഓക്കെ, അതൊക്കെ ഒരു കാലം. പറ. വീഴുന്നു, വീഡിയോ വെട്ടുന്നു, അപ്പുറത്തെ വീട്ടില് അത് ഇത് ചെടി മരം അങ്ങനെ എന്ത് വേണോ എടുക്കാം, എടുത്തോടെ എടുക്കാം. അത് വീഡിയോ ഇടൂ, അത് നാട്ടുകാര് കാണട്ടെ, കണ്ടിട്ട് അതിന്. ഓഹോ, പറഞ്ഞു വരുന്നത് നിങ്ങൾ വീട്ടിൽ ചെടിയും മാവും പൂവും കായും കാണിക്കുന്നത്, കടയിൽ പോകുന്നതും ഒക്കെ കാണിച്ച് എല്ലാവരും വീഡിയോ ഇടണമെന്നാണ്. നോ, നെവർ. എനിക്ക് എൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ വീട്ടുകാര്യം അല്ലെങ്കിൽ ഞാൻ ചെടി വാങ്ങാൻ പോകുന്നതും ചെടി നടുന്നതും കാണിക്കാൻ താല്പര്യമില്ല. എനിക്കത് താല്പര്യമില്ല. എൻ്റെ വീട്ടിലാരും, എൻ്റെ പേഴ്സണൽ കാര്യം, എൻ്റെ മാത്രം കാര്യം. അതിനിപ്പോൾ ഡോക്യുമെൻ്ററി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രൈവറ്റ് ആയിട്ടേ വെക്കത്തുള്ളൂ, പബ്ലിക് ആകത്തില്ല. ഓക്കെ, കാര്യം പിടിയിട്ടില്ല. ഇനി ചിലപ്പോൾ ഞാൻ വല്ല ട്രിപ്പ് പോവുകയോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷന് പോവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ ചെയ്യാം. അല്ല എൻ്റെ വീട്ടിൻ്റെ അകത്തിരുന്ന് കൊണ്ട് ഞാൻ ഇന്നിങ്ങനെ എണീറ്റ് ഇരിക്കണ് എന്ന് പറഞ്ഞും കൊണ്ട് അങ്ങനത്തെ ഒരു സാധനമില്ല വീട്ടിൽ, ഫാമിലി വ്ളോഗ് സാധനം. അതിന് ഞാനില്ല. എന്തിനാണ് എൻ്റെ കുടുംബക്കാരിൻ്റെ വീട്ടിൻ്റെ അകത്തിരിക്കണം? അതിനിപ്പോൾ വീട്ടിൽ വഴക്കുണ്ടാക്കുക, വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കുക, വീട്ടിലെ അമ്മച്ചിയുടെ വീഡിയോ എടുത്തിടുക, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല.
ഒരുപാട് വ്യൂ കിട്ടുകയും നിങ്ങൾക്കിപ്പം യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള വാച്ച് ആസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാം, നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണ് അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് ആ ചെയ്യുന്ന ആൾക്കാരെ എന്ത് ബേസിസിലാണ് നിങ്ങൾ കൈ ചൂണ്ടി കുറ്റപ്പെടുത്തുന്നത്? ലൈക്ക് ഓ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഇപ്പൊ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. വേണ്ട, എക്സാമ്പിൾ ഒന്നും വേണ്ട. ഇനി എക്സാമ്പിളോടൊക്കെയാണ് നമ്മളെ സിന്ധു ആൻറ്റി പൊക്കോണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ വേണ്ട ആൻറ്റി, ഉള്ള കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറയാം, പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും വീഡിയോ ഇടുന്നത്. പിന്നെ ഈ കുടുംബകാര്യം എടുത്ത് പബ്ലിക്കിലോട്ട് ആക്കുമ്പോൾ ഉള്ള ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കിട്ടും. നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സകലമായ ഡീറ്റെയിൽസ് നാട്ടുകാർക്ക് മനസ്സിലാവും, നാട്ടുകാർ അറിയും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നത്, നമ്മുടെ വീട്ടിലെ കാര്യം അത് സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നിൽക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് എല്ലായിടത്തും നാട്ടുകാരെ കാണിക്കുന്നത് എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമില്ല, ഞാനത് ചെയ്യാറുമില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ കുടുംബകാര്യം വിൽക്കണോ വേണ്ട എന്നുള്ളത്. പക്ഷെ അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ അഭിപ്രായം പറയുന്നത് നാട്ടുകാരുടെയും ഇഷ്ടമായിരിക്കും, അത്രേ ഉള്ളൂ. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല ആൻറ്റി. ഇതൊരു ചെറിയൊരു കേസായിട്ട് എടുത്താൽ മതി. പിന്നെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഏതൊരു വീട്ടിലൊരു കല്ലെടുത്തെറിഞ്ഞാലും അവിടെ എന്നെ പോലെ ഒരുത്തം കാണും. സത്യം ഉള്ള കാര്യം പറയാം. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കിങ്ഡം ആണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും വായിത്തൊന്നിനൊക്കെ ഇരുന്ന് വിളിച്ചു പറയുന്നതുകൊണ്ട് നാട്ടുകാർ പറയും അവരാതി എടാ അവരാതി എന്ന് എന്നെ വിളിക്കാറുണ്ട്, ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ എന്നൊക്കെ പറയാറുമുണ്ട്. ഞാൻ പിന്നെ അതൊന്നും നോക്കൂല, നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ വീഡിയോ ചെയ്ത് പോകും. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, ഞാൻ ഇല്ലാത്ത കാര്യം പറയുകയോ അല്ലെ ഒരാളെ പറ്റി ഇല്ലാത്ത അപരാധം പറഞ്ഞുണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും ശരിയെന്ന് മാത്രം തോന്നുന്ന കാര്യങ്ങളും തെളിവുകൾ കിട്ടുന്ന കാര്യങ്ങളും മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ചിലർ പറയും മറ്റുള്ളവൻ്റെ കുടുംബത്തിൽ കയറി ഇടപെട്ടെന്ന്. മറ്റുള്ളവൻ്റെ കുടുംബത്തിൽ കയറി ഇടപെടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ കുടുംബ കാര്യങ്ങൾ പബ്ലിക്കിൽ വരുമ്പോഴാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ ഒരുത്തൻ്റെ വീട്ടിൽ പോയിട്ട് ഇടിച്ചു കയറി വീടിയാറില്ല. എൻ്റെ തൊട്ടയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് വാടാ നാളെ നിൻ്റെ കുടുംബകാര്യം നെഹിഹേ. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് എൻ്റെ കുടുംബകാര്യം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ഇടുന്നതിന് അതിലെന്തെങ്കിലും ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പറയുന്നു. കമൻറ്റിലൂടെ കുറേ ആൾക്കാർ പറയുന്നു, നമ്മൾ വീഡിയോയിലൂടെ പറയുന്നു. ഇത്രയുള്ള വ്യത്യാസമല്ല, നമ്മൾ വലിയ ഒന്നുമല്ല. അപ്പം ശരി, കുഴപ്പമില്ല, സിന്ധു ഹാപ്പി ആയിട്ടിരിക്കും, നമുക്ക് ശരിയാക്കാം. ഇത് ഇങ്ങനെ ഡൗൺ ആവല്ലോ. നമുക്ക് ഇതെല്ലാം സെറ്റാക്കി എടുത്ത് പഴയതുപോലെ നിങ്ങൾ എല്ലാം മറന്ന് നിങ്ങളെല്ലാം സെറ്റായി മുന്നോട്ട് വരണം. നമുക്കെന്തിന് സീനല്ലേ മണ്ടത്തരങ്ങൾ കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് ദിയ കൃഷ്ണൻ എടുത്ത് പറഞ്ഞേക്കും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ച് പറയില്ലത്. അയ്യോ. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം. ബൈ.